സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി ശ്രീ ആർ എസ് ശശികുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ എസ് ശശികുമാർ, സുപ്രീം കോടതി തീരുമാനത്തെ എങ്ങനെ കാണുന്നു? VC നിയമനം ജസ്റ്റിസ് സുധാൻഷു ധൂലിയ നിർവഹിക്കട്ടെ എന്നുള്ളതാണ് കോടതി തീരുമാനം. വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത് അക്കാഡമിക്സ് ആണ്. അക്കാഡമിക് കമ്മിറ്റി മാത്രമേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വൈസ് ചാൻസലർ ആരാണ് തീരുമാനിക്കാൻ നിഗമനത്തിലെത്താൻ കഴിയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1967 കേരള സർവകലാശാല നിയമം ഉണ്ടാക്കിയത് മുതൽ ഇന്ന് വരെ ആ രീതിയിലുള്ള പാറ്റേൺ അനുസരിച്ചാണ് സെറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആ സെറ്റ് കമ്മിറ്റി രൂപീകരണം ഇന്ന് കേരളത്തിലെ ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള പോരിന്റെ ഭാഗമായിട്ട് അനന്തമായിട്ട് നീണ്ടുപോകുന്നു. അപ്പൊ ഇതിനകത്തുള്ള കാര്യം എന്താ? ഗവൺമെന്റിന്, പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന് എസ്റ്റേറ്റ് ആയിട്ടുള്ള ചില ഇൻട്രസ്റ്റുകളുണ്ട് വൈസ് ചാൻസലർമാരുടെ നിയമനത്തില്, കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനത്തിന്. അതുകൊണ്ടാണ് ഇന്നിപ്പം കേരളത്തിലെ 13 സർവകലാശാലയിൽ പെർമനന്റ് വൈസ് ചാൻസലർമാരില്ല, ഗവൺമെന്റ് കോളേജ് ഇല്ല. അപ്പൊ ഇത് അവസാനം സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തിച്ചത് ഈ ഗവൺമെന്റ് തന്നെയാണ്. ആ ഗവൺമെന്റ് സുപ്രീം കോടതി പറയുന്നത് സെറ്റ് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കണമെന്ന് പറയേണ്ട ഒരു അവസ്ഥാവിശേഷം ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായി. ഒരിക്കലും ഗവൺമെന്റ് നാളെ മാറി വരാം, ഒരിക്കലും ഒരു സർക്കാർ ഗവൺമെന്റ് സെറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറയേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കുകയും ആ കിട്ടിയ അവസരം സുപ്രീം കോടതി വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴെന്താ ഈ സെറ്റ് കമ്മിറ്റിയിൽ അക്കാഡമിഷ്യൻസ് അല്ലാതെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് KTUവിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീയെ പിരിച്ചുവിട്ടത്. ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടായി എന്നുള്ളതിന്റെ മാത്രം പേരിലായിരുന്നു കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ പുറത്താക്കിയത്. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള തീരുമാനമല്ലേ സുപ്രീം കോടതി കൈക്കൊണ്ടത്? പാനൽ തയ്യാറാക്കിയതിനു ശേഷം ആ പാനലിൽ നിന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന വൈസ് ചാൻസലറായിട്ട് ഗവർണർ നിയമിക്കണമെന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതിയുടെ മുമ്പുണ്ടായിരുന്ന 3 അംഗ ബെഞ്ചിന് കൗണ്ടർ ചെയ്യാനുള്ള വിധിയാണ്. അപ്പോൾ സുപ്രീം കോടതിക്ക് എന്ത് തരത്തിൽ വിധിച്ചാലും അത് നിയമമായാൽ അത് ലാ ഓഫ് ദ ലാൻഡായിട്ട് മാറുന്ന അപകടമാണ്. ഇപ്പോഴെന്താ സർവകലാശാലകളിലെ VC-മാരെ തർക്കം വരുമ്പോൾ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ഇല്ലാതെ തുടരുന്ന സാഹചര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥി സമൂഹത്തോട് നടത്തുന്ന വെല്ലുവിളിയാണ്. ഇതിൽ സർക്കാരും ഗവർണറും തമ്മിലൊരു സമവായം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം തുടർച്ചയായി ഉണ്ടാകുകയാണ്. സമവായത്തിനുള്ള എത്ര അവസരങ്ങൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. ഇപ്പൊ അങ്ങ് പറയുന്നു സുപ്രീം കോടതി അവസരം വിനിയോഗിച്ചു എന്ന്. മറ്റെന്ത് ചെയ്യും? ഈ ഏറ്റവും അവസാനം പോലും നിങ്ങൾ തമ്മിൽ സമവായം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി അയക്കുന്നത്. നടക്കുന്നില്ല. അല്ല, അതിനൊരു വളരെ നല്ലൊരു പ്രപ്പോസൽ ആയിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ പ്രപ്പോസൽ സുപ്രീം കോടതി അംഗീകരിക്കുന്ന. കാരണം എന്തായാലും സുപ്രീം കോടതി നിയമിച്ച സെർച്ച് കമ്മിറ്റി 4 പേര് 8 പേരുടെ പാനൽ 2 പാനലായിട്ട് കൊടുത്തു. ആ പാനലിൽ 2 പേര് കോമൺ ആയിട്ട് വന്നു. ഗവർണർ എടുത്ത തീരുമാനം വളരെ സ്വാഗതാർഹമല്ലേ? 2 പേര് 2 പാനലിലും വന്നപ്പോൾ അവർ 2 പേര് വരുന്നവരെ നിയമിക്കണമെന്നല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് മുഖ്യമന്ത്രി നൽകുന്ന മുൻഗണനാ ക്രമം അനുസരിച്ച് നിയമിക്കണമെന്നല്ലേ. കോമൺ ആയി വരിക എന്ന് പറയുന്ന ഒരു ഉപായം ഗവർണർ കണ്ടെത്തുകയല്ലേ ചെയ്തത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സുപ്രീം കോടതിക്ക് പറയാനുള്ള എന്ത് അധികാരം? അങ്ങനെയാണെങ്കിൽ ഗോപിനാഥ് രവീന്ദ്രനെ തിരിച്ചു വിളിക്കണം. ഡോക്ടർ ബിന്ദു ഒരു പേര് ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകണമെന്നുള്ള പ്രപ്പോസൽ കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് ഗോപിനാഥ് രവീന്ദ്രന്റെ കണ്ണൂർ സർവകലാശാല VC-യുടെ നിയമനം റദ്ദാക്കിയത് 3 അംഗ ബെഞ്ച്. ഒരു കാരണവശാലും ഗവൺമെന്റ് ഇന്റർഫിയറൻസ് പാടില്ല എന്ന് സുപ്രീം കോടതി പറയുകയും, രണ്ടാമത് മുഖ്യമന്ത്രി കൊടുക്കുന്ന പാനലിൽ നിന്ന് VC-യെ നിയമിക്കണമെന്ന് മറ്റൊരു സുപ്രീം കോടതി പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഏത് വിധിയാണ് നിലനിൽക്കേണ്ടത്? അപ്പൊ സുപ്രീം കോടതി തന്നെ പരസ്പര വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞാൽ ഇന്നത്തെ അഭിപ്രായം അനുസരിച്ച് വ്യക്തമായി പറയട്ടെ, വിധികളിൽ അങ്ങനെ ഘടകവിരുദ്ധമായ നിലപാടുകളുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയാണല്ലോ വേണ്ടത്. ആ സമയത്ത് തന്നെ ഗവർണറുടെ അഭിഭാഷകർ അവിടെ ഉണ്ടല്ലോ, അതിനെ ചോദ്യം ചെയ്തില്ല. ആ വിധി അംഗീകരിച്ച് അതിൽ സമവായ ചർച്ചകൾക്ക് തയ്യാറാവുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോ ഈ സിസ തോമസ് എന്ന് പറയുന്ന ആളുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യത്തിലാണ് ഉടക്കി നിൽക്കുന്നത്. സിസ തോമസ് ഒഴികെ വേറെ ആര് വേണമെങ്കിലും നിയമിച്ചോളൂ എന്നൊരു കുറിപ്പ് പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു നിയമനത്തിലേക്ക് മാത്രമാണ് രാജ്ഭവൻ എത്തുന്നത്. അത് മാത്രമല്ല, സിസ തോമസിന്റെ കാര്യത്തിൽ അവർക്ക് പിടിവാശി വരുന്ന കാര്യം ഡിജിറ്റൽ സർവകലാശാല ലക്ഷ്യം സജീവ് ഗോപിനാഥ് നിയമിക്കണമെന്നുകൂടി ആവശ്യപ്പെടുന്നുണ്ട്. സജീവ് ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC-യെ നിയമിക്കാൻ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കും. സിസ തോമസ് 2ാം കാര്യമേ ഉള്ളൂ. ഒന്നാമത് ഗവൺമെന്റ് അപ്രൂവൻസിൽ സജീവ് ഗോപിനാഥിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന വ്യാപകമായ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നുള്ളതിന്റെ പേരിലാണ്. സജീവ് ഗോപിനാഥ് തന്നെ ഡിജിറ്റലിലെ VC ആവണമെന്ന് എന്തിനാ ഗവൺമെന്റിന് ഇത്ര താല്പര്യം?
അപ്പൊ ആ താല്പര്യമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ അവർ സമവായത്തിലെത്താതെ സജീവ് ഗോപിനാഥിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്ന അമിതമായ താല്പര്യമാണ്. അപ്പൊ ഡിജിറ്റൽ സർവകലാശാല VC നിയമനമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ RS ശശികുമാർ. ഈ സജീവ് ഗോപിനാഥിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് അമിത താല്പര്യമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. സിസ തോമസുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ അമിത താല്പര്യമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഈ രണ്ട് സംവിധാനങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള അമിത താല്പര്യങ്ങളുമായി മുന്നോട്ട് വരാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. പക്ഷെ അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് ഈ തരത്തിൽ രാഷ്ട്രീയം കളിക്കാൻ വിദ്യാർത്ഥി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ സംവിധാനങ്ങൾ തയ്യാറാകുന്നിടത്താണ് സുപ്രീം കോടതിക്ക് സമവായത്തിനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരുന്നത്. പിന്നെ സുപ്രീം കോടതിയുടെ മുൻവിധിയിൽ ശരിയാണ് ശ്രീ RS ശശികുമാർ അങ്ങനെ ഒരു ഘടകവിരുദ്ധത ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അത് ചോദ്യം ചെയ്യുക എന്നുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലാതെ മുൻഗണനാക്രമം അനുസരിച്ച് നിയമിക്കാനുള്ള കോടതി നിർദ്ദേശം ഏറ്റെടുത്ത് അത്തരം ചർച്ചകൾക്ക് പോയതിനു ശേഷം വീണ്ടും ഈ നിയമന ഉത്തരവ് വരുമ്പോഴാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്.